പറയാം. ആദ്യം ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത്. സോ ദിസ് വൺ ഈസ് ദ ക്രോമസോം. ഇനി ന്യൂക്ലിയോസോം ശൃംഖലയിലെ ചുരുളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയോസോം ഇത് കൊടുത്തിട്ടുണ്ട്, ഹിസ്റ്റോൺ ഒക്ടാമർ കൊടുത്തിട്ടുണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻ കൊടുത്തിട്ടുണ്ട്, ന്യൂക്ലിയോടൈഡുകൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് അപ്പുറത്ത് പറയുന്നുണ്ട്. നോക്കിക്കേ എന്താ സംഭവിക്കുന്നത് ഇവിടെ. DNA നമ്മൾ ചോദിച്ചു, ഇത് വലിയ ഭയങ്കര നീളമുണ്ട്, ഭൂമിനെ ദശലക്ഷക്കണക്കിന് പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചുറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇതെങ്ങനെ ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂക്ലിയോടൈഡുകൾ ചേർന്നുണ്ടായിട്ടുള്ള DNA നമുക്കറിയാം. ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നിട്ടാണ് DNA ഉണ്ടാവുന്നത്. കാരണം DNAയുടെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടുണ്ടായിട്ടാണ് DNAയുടെ ഇഴകൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്നിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം വെക്കുന്നു. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇത്രയുള്ളൂ. DNA ഇഴകൾ എന്ത് ചെയ്യും? ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം വെക്കും. DNA ഇഴകൾ, അതെങ്ങനെയുണ്ടായിട്ടുള്ള DNA ഇഴകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് DNA ഉണ്ടായിട്ടുള്ളത്. ആ DNAയുടെ ഇഴകൾ എന്ത് ചെയ്യും? നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടല്ലോ, 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്നിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം ചെയ്യുന്നു. അങ്ങനെ അത് ന്യൂക്ലിയോസോമായിട്ട് മാറുന്നു. ഇവയുടെ ശൃംഖലകളെ വീണ്ടും ചുരുട്ടിയിട്ടാണ് ക്രോമസോം ഉണ്ടാവുന്നത്. അപ്പൊ ക്രോമസോം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ പറയാം. നമുക്ക് ആദ്യം പറയാം, ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? DNA ഇഴകൾ ഉണ്ടായി. ഈ DNA ഇഴകൾ ആറിനെ വലയം വെക്കും? ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം വെക്കും. ഈ ഹിസ്റ്റോൺ ഒക്ടാമർ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്നിട്ടാണ് ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടായിട്ടുള്ളത്. അതിനെ തന്നെ വലയം വെക്കുകയും എന്നിട്ട് ന്യൂക്ലിയോസോം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അത് വീണ്ടും ചുരുളുകളാക്കിയിട്ടാണ് എന്തുണ്ടാവുന്നത്? ക്രോമസോം ഉണ്ടാവുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നിരവധി ന്യൂക്ലിയോസോം ശൃംഖലകളെ ചുരുളുകളാക്കി അവയെ വീണ്ടും ചുരുളുകളാക്കി വേണ്ട ക്രോമസോം ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയോസോം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയോസോം ഉണ്ടാവുന്നത് നമ്മുടെ DNAയുടെ ഇഴകളുണ്ട്. ആ ഇഴകൾ എന്ത് ചെയ്യും? ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം വയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ ന്യൂക്ലിയോസോം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വീണ്ടും അതിനെങ്ങനെ ചുരുളുകളാക്കിയിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ക്രോമസോം ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മുടെ DNAയുടെ ഇഴകൾ കണ്ടല്ലോ. ഈ ഇഴകൾ ആരിനെ വലയം വെക്കുന്ന പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം വെച്ച് എന്തുണ്ടായി? ന്യൂക്ലിയോസോം ഉണ്ടായി. ഈ ന്യൂക്ലിയോസോം വീണ്ടും ചുറ്റിയിട്ടാണ് ക്രോമസോം ഉണ്ടാവുന്നത്. സിമ്പിൾ ആണ്. ഒന്നുകൂടി പറയാം, DNAയുടെ ഇഴകളുണ്ട്. എത്ര ഇഴകളുണ്ട് DNAക്ക്? 2 ഇഴകളുണ്ട്. ആ ഇഴകൾ എന്ത് ചെയ്യും? ഹിസ്റ്റോൺ ഒക്ടാമർ എന്തുട്ടാ? 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒക്ടാമർ എന്തുകൊണ്ടാ? മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ് ഹെപ്റ്റ് ഒക്ട് കേട്ടിട്ടില്ലേ? ഒക്ട് എന്ന് പറഞ്ഞാൽ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNAയുടെ പറയുന്ന ഇഴകൾ വലയം വെച്ചിട്ട് ന്യൂക്ലിയോസോം ഉണ്ടായി. ആ ന്യൂക്ലിയോസോം വീണ്ടും ചുരുളുകളാക്കിയിട്ടാണ് എന്തുണ്ടാവുന്നത്? ക്രോമസോം ഉണ്ടാവുന്നത്. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, യെസ്, മനുഷ്യരിൽ ക്രോമസോം എത്ര ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള 46 ക്രോമസോമുകൾ ഉണ്ട് എണ്ണത്തിൽ. അങ്ങനെയാണെങ്കിൽ എത്ര ജോഡി ഉണ്ടാവും, എത്ര പെയറുകൾ ഉണ്ടാവും? നമുക്കറിയാം 46 എണ്ണമാണെങ്കിൽ 23 പെയറുകൾ ഉണ്ടാവും. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മുടെ ഒരു വീടിന്റെ ഉള്ളിൽ പുറമെ ഒരു 4 ചെരുപ്പ് എടുക്കുന്നുണ്ട്. 1 2 3 4 4 ചെരുപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയാം എത്ര ജോഡി ഉണ്ടെന്ന് പറയാം? 2 ജോഡി എന്ന് പറയുന്നതാണല്ലോ 4 ചെരുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 46 ക്രോമസോം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 23 പെയറാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോശത്തിന്റെ ന്യൂക്ലിയസിൽ 23 ജോഡി ക്രോമസോമുകളുണ്ട്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ 23 ജോഡി, അതായത് 46 എണ്ണം ക്രോമസോമുകളുണ്ട്. ഓരോ ജോഡിയിലെയും ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 46 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ഇങ്ങനെയാണ് കിട്ടുന്നത്. 23 അച്ഛൻ്റെ നിന്നും 23 അമ്മയുടെ നിന്നും, അങ്ങനെയാണ് 46 ക്രോമസോമുകൾ ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? ഇതില് 22 ജോഡി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 44 എണ്ണം സ്വരൂപ ക്രോമസോമുകളാണെങ്കിൽ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോമുകളാണ്. ബാക്കി വരുന്ന ഒരു ജോഡി, അതായത് 2 എണ്ണമാണ് എന്തായിട്ട് വരുന്നത്? ലിംഗനിർണയ ക്രോമസോമുകൾ. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന 2 ലിംഗനിർണയ ക്രോമസോമുകളാണ്. സോ ടോട്ടൽ ആണ് 23 ജോഡി, ദാറ്റ് ഈസ് 46 ക്രോമസോമുകൾ. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഓരോ ജോഡിയിലെയും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്വരൂപ ക്രോമസോമുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കണ്ടോ, ഇതും സിമിലർ ആണ്, ഇതും സിമിലർ ആണ്, ഇതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് നമ്മൾ സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോം കേട്ടോ. ഓക്കെ, ഇനി Y ക്രോമസോം ഉണ്ട്, X ക്രോമസോം ഉണ്ട്. Y ക്രോമസോം X ക്രോമസോമുകളെ അപേക്ഷിച്ച് ചെറുതാണ്. അപ്പൊ ഏതാ വലുത്? X ക്രോമസോമുകൾ വലുതാണ്.
വൈ ക്രോമസോം കണ്ടോ, കുഞ്ഞിതാണ് വൈ ക്രോമസോം എന്ന് പറഞ്ഞാൽ, എക്സ് ക്രോമസോമാണ് വലുതെന്ന് പറയുന്നത്, വൈ ക്രോമസോം ചെറുതാണ്. ഓക്കെ, ആണുങ്ങളിൽ ഏതുണ്ടാവുന്നത്, ആണുങ്ങളിലാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ആണ് ഉണ്ടാവുന്നത്. ഇതാണ് ആണുങ്ങളിലുള്ളത് കേട്ടോ. ഇതാണ് സ്ത്രീകളിലുള്ളത്. ഏതൊക്കെയാണ്, എക്സും എക്സും. ക്ലിയർ ആണല്ലോ. അപ്പോൾ വൈ ക്രോമസോമിലുള്ള SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ഓക്കെ, വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷ്ണങ്ങൾ ഉണ്ടാവാനുണ്ട്, അല്ലെങ്കിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. വൃഷ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രോട്ടം, നമ്മുടെ ടെസ്റ്റിസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിന് കാരണമാകുന്നത് വൈ ക്രോമസോം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൈ ക്രോമസോം ഉള്ളത് ആണുങ്ങളായിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, സ്വരൂപ ക്രോമസോമുകൾ എത്ര എണ്ണം? സ്വരൂപ ക്രോമസോമുകൾ 22 ജോഡിയുണ്ട്. ലിംഗനിർണയ ക്രോമസോമുകളോ 1 ജോഡി. എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? ഇത് 44 എണ്ണവും ഇത് 2 എണ്ണവും കേട്ടോ. ഈ സ്വരൂപ ക്രോമസോമുകളുടെ ഡ്യൂട്ടി എന്തിട്ടാ? ശാരീരിക സവിശേഷതകളൊക്കെ നിയന്ത്രിക്കുന്നത് ഇതാണ്. ലിംഗനിർണയ ക്രോമസോമുകളോ ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വാരിയേഷൻ ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ലിംഗനിർണയ ക്രോമസോമുകളാണ്. ഇതെല്ലാം തന്നെ ഒരേപോലെയുള്ള ക്രോമസോമുകളാണ്, സമരൂപ ക്രോമസോമുകളാണ്. പക്ഷെ ഇത് അതിൽ വൈ ക്രോമസോമിലെ SRY ജീനാണ് വൃഷണങ്ങളുടെ അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസിന്റെ ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രോട്ടത്തിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നത്, വികാസത്തിന് കാരണമാകുന്നത് കേട്ടോ. ലിംഗനിർണയത്തിൽ പുരുഷന്റെ വൈ ക്രോമസോം പ്രധാനമാണ്, മനസ്സിലാക്കി വെക്കുക. യെസ്, ഇനി ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നേ? ഓക്കെ, അതായത് ലിംഗനിർണയത്തിൽ പുരുഷന്റെ വൈ ക്രോമസോം പ്രധാനമാണെന്ന് പറഞ്ഞു. വൈ ക്രോമസോം ഉള്ള ബീജസംയോഗം ആൺകുഞ്ഞിനെ രൂപപ്പെടുത്തുന്നു. ഒന്നുമില്ല, നമുക്കറിയാം ആണുങ്ങളിൽ എന്ന് പറയുമ്പോൾ എക്സും വൈ ആണ്, പെണ്ണുങ്ങളിൽ എന്ന് പറയുമ്പോൾ എക്സും എക്സും ആണ്. ഇതിൽ നിന്ന് ഒരെണ്ണം കൂടി ചേർന്നിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത്. സോ എക്സും വൈയും കൂടി ചേർന്നു ഉണ്ടായ കുഞ്ഞ് XY ആൺകുഞ്ഞാണ്. അല്ലെങ്കിൽ ഇതും കൂടി ചേരാം, ഉണ്ടായ കുട്ടി വീണ്ടും എഗെയിൻ ആൺകുഞ്ഞാണ്. അല്ലെങ്കിലോ ഇതും കൂടി ചേരാം, അല്ലെ, ഉണ്ടാകുന്ന കുട്ടി X പെൺകുഞ്ഞാണ്. അല്ലെങ്കിൽ ഇതും ഉണ്ടാവാം, ഉണ്ടാകുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണ്. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ജനിതഘടന 44 സമരൂപ ക്രോമസോമുകളും അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോമുകളും, ബാക്കി 2 എണ്ണം XX. ടോട്ടൽ 46 എണ്ണമാണ് വരുന്നത്. സമരൂപ അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44 എണ്ണമാണ് വരുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലിംഗ നിർണയ ക്രോമസോമുകൾ 2 എണ്ണമാണ് XX. ഓക്കെ, ഇവിടെ 44 പ്ലസ് XY ആണ്, 46 എണ്ണം ടോട്ടൽ വരുന്നത്. 44 എണ്ണം സൊമാറ്റിക് ക്രോമസോമുകളാണ്, 2 എണ്ണമാണ് സെക്സ് ക്രോമസോമുകൾ. ഏതൊക്കെയാണ്? എക്സും വൈ. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, പക്ഷേ വ്യത്യസ്ത ജനിതക ഘടനയുള്ള ചിലപ്പോൾ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ള സംഭവങ്ങൾ വരാം. ഏതൊക്കെയാണെന്ന് പറയുന്നത്? ചിലതിൽ 44 എണ്ണം, അതെല്ലാവർക്കും 44 എണ്ണം, അത് ഓക്കെയാണ്, എല്ലാവർക്കും കണ്ടോ, അതൊക്കെ. പക്ഷെ ഈ സെക്സ് ക്രോമസോംസ് ഉണ്ടല്ലോ, XY XX, അതിലെന്തോ ഇഷ്യൂ വരുന്നു. ഓക്കെ, ഇതിൽ നോക്കിക്കേ, ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ, അത് സ്ത്രീയാണ്, പക്ഷെ അതിൽ എന്തില്ല, 2 എക്സ് ക്രോമസോം വേണ്ടേ, അതിൽ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനാണ് ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ടർണർ സിൻഡ്രോം. ഇനി 3 എക്സ് ക്രോമസോംസ് ഉള്ളതിനാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞത് XXX സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 എക്സ് ക്രോമസോമുകളും 1 വൈ ക്രോമസോമും ഉള്ള പുരുഷനെയാണ് നമ്മൾ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 എക്സ് ക്രോമസോമും 2 വൈ ക്രോമസോമും ഉള്ള പുരുഷന്മാരാണ് XYY സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെയുള്ള ഒരു സെക്സ് ക്രോമസോമിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്, ഒരു സെല്ലിൽ, ഒരു ജീവിയിൽ എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രീഫായിട്ട് പറയാം, അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എഗെയിൻ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. നമ്മൾ പറഞ്ഞു DNA സ്വന്തമായിട്ട് പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ടുള്ള കഴിവില്ല, അതുകൊണ്ട് RNAയുടെ സഹായം തേടും. DNA നിന്നുള്ള മെസ്സേജസുമായിട്ട് പുറത്തോട്ട് വരുന്ന ന്യൂക്ലിയസിൽ നിന്ന് പുറത്തോട്ട് വരുന്ന RNAയുടെ പേരാണ് mRNA എന്ന് പറയുന്നത്. mRNA എവിടെ എത്തണം? റൈബോസോമിൽ എത്തണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് റൈബോസോം ഇസ് ദി, അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഇനി റൈബോസോമിന്റെ ഉള്ളിൽ ആരുണ്ട്? റൈബോസോമിൽ RNA എന്ന് പറയുന്ന RNA ഉണ്ട്. ഇനി പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ വേണം. ഈ അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നത് ആരാണ്? tRNA ആണ്, ട്രാൻസ്ഫർ RNA ആണ് കൊണ്ടുവരുന്നത്. സോ ഇവരുടെയൊക്കെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീന്റെ നിർമ്മാണം നടക്കുന്നത് സെല്ലുകളിൽ. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു കുഞ്ഞൊരു ബ്രേക്ക് എടുത്ത് നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. സോ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു.